സാധാരണ ഒ പിയിൽ വളരെ കൂടുതൽ പേഷ്യൻറ്റ് ചോദിക്കുന്നൊരു കാര്യമാണ്, എനിക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ്, എൻ്റെ ബ്രദറിന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ്, പക്ഷേ ഞാൻ കഴിക്കുന്ന മരുന്നേ അല്ല പുള്ളി കഴിക്കുന്നത്, ഞാൻ HCQ ആണ് കഴിക്കുന്നത്, പുള്ളി സാസോ ആണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ മെത്തോട്രെക്സെറ്റ് ആണ് കഴിക്കുന്നത്, എനിക്ക് കഴിക്കുന്ന ഗുളിക വേറെയാണ്. SLEക്ക് തന്നെയാണ് ഒരു പേഷ്യൻറ്റ് HCQ കഴിക്കുന്നത്, വേറൊരു പേഷ്യൻറ്റ് MMF ആയിരിക്കും കഴിക്കുന്നത് ചിലപ്പോൾ. അപ്പോൾ ടോട്ടലി ഡിഫറൻറ്റ് മരുന്നുകൾ. എന്തുകൊണ്ടാണ് വാതരോഗമുള്ളവർ എന്തുകൊണ്ടാണ് ഒരേ രോഗമുള്ളവർ വ്യത്യസ്ത മരുന്നുകൾ കഴിക്കുന്നത്? അതുപോലെ വ്യത്യസ്ത രോഗങ്ങൾ SLE റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് രണ്ടുപേരും HCQ എന്ന് മരുന്ന് കഴിക്കുന്നത്. അപ്പം വ്യത്യസ്ത വാതരോഗങ്ങൾ ഒരേ മരുന്ന് കഴിക്കുക, ഒരേ വാതരോഗമുള്ളവരെ വ്യത്യസ്ത മരുന്നുകൾ കഴിക്കുക രണ്ടുപേർക്ക്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആർത്രൈറ്റിസിന് ഇമ്മ്യൂൺ മോഡുലേറ്ററി മരുന്നുകളാണ് നമ്മൾ കഴിക്കുന്നത്. നമുക്കറിയാം ഇമ്മ്യൂൺ സിസ്റ്റത്തെ മോഡിഫൈ ചെയ്യുന്ന മരുന്നുകളാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ രോഗാവസ്ഥയും ആ രോഗം ഏതൊക്കെ അവയവങ്ങളെ ബാധിച്ചു, എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ ആ രോഗാവസ്ഥയും ഏതൊക്കെ ഓർഗൻസിനെ ഇൻവോൾവ് ചെയ്തു അനുസരിച്ചിട്ടാണ് നമ്മൾ മരുന്നുകൾ തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ലങ്സിന് ബാധിച്ചു, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒരാൾക്കാണെങ്കിൽ വളരെ മൈൽഡ് അസുഖമാണെങ്കിൽ ചിലപ്പോൾ ഹൈഡ്രോക്സിക്ലോറോക്വിൻ HCQ എന്ന് പറഞ്ഞ ഗുളിക മാത്രം മതിയാകും. അതേസമയം ലങ്സിനെ ബാധിച്ചെങ്കിൽ ചിലപ്പം HCQവിൻ്റെ കൂടെ MMFO വേറെ എന്തെങ്കിലും ഗുളികളോ റിറ്റുക്സിമാബോ ഒക്കെ കൊടുക്കേണ്ടി വരും. അതേസമയം ഒരാൾക്ക് ചെറിയ ലിവറിന് പ്രശ്നമുണ്ട്, SGOT SGPT കൂടിയിട്ടുണ്ട്, ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ചില മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഏത് രോഗിക്ക് ഏത് മരുന്ന് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന പല കാര്യം കൊണ്ടാണ്. ഒന്ന്, ഏതൊക്കെ അവയവങ്ങളെ ബാധിച്ചു. അപ്പോൾ ചില അവയവങ്ങളെ ബാധിക്കാൻ ചില മരുന്നുകളായിരിക്കും പ്രത്യേകിച്ച് കൊടുക്കേണ്ടത്. പിന്നെ രോഗിയുടെ ഒരു അവസ്ഥ ഏത് രീതിയിലാണ്, അപ്പോൾ രോഗിയുടെ ജനറൽ ഹെൽത്ത് എങ്ങനെയുണ്ട്, അതനുസരിച്ചാണ് വേറെ മരുന്നുകൾ തീരുമാനിക്കുന്നത്. മൂന്ന്, രോഗത്തിൻ്റെ തീവ്രത. ഈ വളരെ കൂടുതൽ രോഗമുള്ളവർക്കാണ് ചിലപ്പോൾ കൂടുതൽ മരുന്നുകൾ ആദ്യഘട്ടത്തിൽ നമുക്ക് കൊടുക്കേണ്ടി വന്നേക്കാം. അത് കഴിഞ്ഞ് പെട്ടെന്ന് കുറച്ചുകൊണ്ട് വരാൻ സാധിച്ചേക്കാം. അതോടൊപ്പം തന്നെ ചില അവയവങ്ങളെ ബാധിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഞരമ്പുകളെ ബാധിച്ചിരിക്കുന്നു, ലങ്സിനെ ബാധിച്ചിരിക്കുന്നു, കണ്ണുകളെ ബാധിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടിയ മരുന്നുകൾ ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വന്നേക്കാം. നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അനുബന്ധ രോഗങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് വളരെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഇപ്പോൾ BP ഉണ്ടെങ്കിൽ ലെഫ്ലൂണമൈഡ് പലപ്പോഴും നമ്മൾ കൊടുക്കാറില്ല. അതുപോലെ തന്നെ പലപ്പോഴും കിഡ്നിക്കോ ലിവറിനോ ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സാധാരണ കൊടുക്കുന്ന മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. മെത്തോട്രെക്സെറ്റോ ലെഫ്ലൂണമൈഡോ അങ്ങനത്തെ സാധാരണ കൊടുക്കുന്ന മരുന്നുകൾ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുപോലെ വേറെയുള്ള ബയോളജിക്കൽ മരുന്നുകളോ ടാർജറ്റഡ് മരുന്നുകളോ ഒക്കെ ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത്. അതേസമയം ഒരു പെൺകുട്ടിയാണ്, 18-19 വയസ്സുള്ള പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് പ്രത്യേക ചില മരുന്നുകൾ മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ലെഫ്ലൂണമൈഡ് പോലുള്ള മരുന്നുകൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും ഗർഭധാരണത്തിൻ്റെ ഭാവിയിൽ ആ സമയത്ത് നമുക്ക് നിർത്താനും അത് വാഷ് ഔട്ട് ചെയ്യേണ്ടിയും വരും. അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ ഒരു 6 മാസം മുമ്പ് ചില മരുന്നുകളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തേണ്ടി വരും. അതുകൊണ്ടാണ് ഓരോ മരുന്നുകളും വളരെ ഡീറ്റെയിൽ ആയ ഡിസ്കഷന് ശേഷവും ഏത് മരുന്നുകളാണ് ഒരു രോഗിക്ക് ഏറ്റവും സ്യൂട്ട് ചെയ്യുന്നത്, ആ രോഗാവസ്ഥയ്ക്കും ആ രോഗിയുടെ കണ്ടീഷനും നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ചൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ചില പേഷ്യൻസിന് ചില മരുന്നുകൾ ടോളറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പലപ്പോഴും കണ്ടുവരുന്നൊരു പ്രശ്നമാണിത്. ചിലർക്ക് ഒരു HCQ കൊടുത്തു, അവർക്ക് അലർജിയായി. അപ്പോൾ തന്നെ അവർ വിചാരം എന്താണ്, ഏത് ഗുളിക കഴിച്ചാലും അലർജിയാകും. ഒരിക്കലുമല്ല. പലപ്പോഴും പേഷ്യൻസ് കാണുന്നു, ഇതിൻ്റെ ഡോക്ടറേക്ക് പോയി ആ ഒരു മരുന്ന് കഴിയപ്പോൾ തന്നെ എനിക്ക് അലർജിയായി, പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് ഇഷ്ടംപോലെ മരുന്നുകളുണ്ട്. ഇപ്പോൾ പണ്ട് കാലത്ത് 1-2 മരുന്നുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 10, 50, 60 മരുന്നുകളൊക്കെ ഉണ്ട്. പല ടൈപ്പ് മരുന്നുകൾ ഇതിന് അവൈലബിൾ ആണ്. ബയോളജിക്കൽ മരുന്നുകളും ടാർജറ്റ് മരുന്നുകളും അല്ലാത്ത മരുന്നുകളും സാധാ മരുന്നുകളും ഇഷ്ടംപോലെ മരുന്നുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു മരുന്ന് അലർജി ആയിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മരുന്നും അലർജി ആയിരിക്കും എന്നുള്ള തെറ്റിദ്ധാരണ ഒരിക്കലും നമ്മൾ മനസ്സിൽ വെക്കരുത്. വേറെ മരുന്നുകൾ നമുക്ക് മാറ്റി കഴിക്കാനും അത് മാറ്റി കഴിച്ച് അസുഖം പരിധിയിൽ വരുത്താനും നമുക്ക് സാധിക്കും.